ഇനി നോക്കാം ഇന്നത്തെ അറിയിപ്പുകൾ. പഞ്ഞമാസങ്ങളിൽ മത്സ്യത്തൊഴിലാളികളുടെ കൈത്താങ്ങായി നടപ്പിലാക്കി വരുന്ന സമ്പാദ്യ സമാശ്വാസ പദ്ധതിയിൽ കേന്ദ്രവിഹിതവും സംസ്ഥാന വിഹിതവും വിതരണം ചെയ്യുന്നതിന് അനുമതി നൽകി ഉത്തരവായതായി ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അറിയിച്ചു. ആകെ 41.90 കോടി രൂപ ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നതിനാണ് അനുമതി. കേന്ദ്രവിഹിതമായ 1500 രൂപയും സംസ്ഥാന വിഹിതമായ 1500 രൂപയും ഉൾപ്പെടെ ആകെ 3000 രൂപ വീതം ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. പദ്ധതിയിൽ അംഗങ്ങളായ 1,49,755 മത്സ്യത്തൊഴിലാളികൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. സംസ്ഥാനത്തെ പോഷകാഹാര ഭദ്രതയിൽ എത്തിക്കുന്നതിന് നയം വരുന്നു. പ്രായാധിഷ്ഠിത ഭക്ഷണക്രമം ഉൾപ്പെടുത്തുമെന്നും മന്ത്രി GR അനിൽ വ്യക്തമാക്കി. ആദിവാസികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കുട്ടികൾ, മുതിർന്ന പൗരർ, മത്സ്യത്തൊഴിലാളികൾ തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾക്കാവശ്യമായ പോഷകാഹാരങ്ങളുടെ പട്ടിക തയ്യാറാക്കും. പ്രായത്തിനനുസരിച്ചുള്ള ഭക്ഷണക്രമവും നിശ്ചയിക്കും. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതി പോഷക സമൃദ്ധമാക്കും. പാൽ, മുട്ട, ഇറച്ചി, ചെറുധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി പോഷകഭദ്രത ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. സുഭിക്ഷ ഹോട്ടലുകൾ വിപുലീകരിക്കും. ഭക്ഷണം സൗജന്യമായും ആവശ്യമെങ്കിൽ അർഹരായവരെ കണ്ടെത്തി താമസ സ്ഥലത്ത് നൽകാൻ സാധിക്കുന്ന രീതിയിലുമാണ് സുഭിക്ഷ ഹോട്ടലുകളെ ഒരുക്കുക. അരിയാഹാരം മാത്രമാക്കാതെ കൂടുതൽ ആരോഗ്യപ്രദമായ ഭക്ഷണം നൽകുകയാണ് ലക്ഷ്യം. കേരളപ്പിറവിയുടെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള വിഷൻ 2031ന്റെ ഭാഗമായാണ് പോഷകാഹാര നയ രൂപവൽക്കരണം. ഇതിനായി കരട് നിർദ്ദേശം സമർപ്പിക്കാൻ 3-അംഗ സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. വ്യാഴാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. തെക്കുകിഴക്കൻ അറബിക്കടലിനും അതിനോട് ചേർന്ന വടക്ക് കേരള തീരത്തിന് മുകളിലായാണ് ചക്രവാത ചുഴി നിലനിൽക്കുന്നത്. ഇതിൻ്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് മഴ ലഭിക്കുന്നതെന്നും കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നു. നാളെ 7 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്.